രസകരമായൊരു കൊറിയൻ ചലച്ചിത്രം 2014 ഇറങ്ങിയ എ ഗേൾ അറ്റ് മൈ ഡോർ വളരെ ലളിതമായ കഥയാണെന്ന് തോന്നാമെങ്കിലും അത്രമേൽ ഫീൽ ഗുഡായി പറഞ്ഞു പോകുന്ന ഉള്ളറകളുള്ള രസകരമായൊരു ചലച്ചിത്രമാണിത്. 10ലധികം അവാർഡുകളും 20ലധികം നോമിനേഷനുകളും നേടിയ ഈ ചലച്ചിത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ടെന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ചലച്ചിത്രമാണ്. സിനിമാ കഥയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് തിരക്കേറിയ സിയോൾ നഗരത്തിൽ നിന്നും ഏറെ അകലെ കൊറിയയിലെ ശാന്തമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നെത്തുന്ന ഡോണ എന്ന സ്ത്രീയിൽ നിന്നുമാണ്. ഡോണ പോലീസ് സേനയിൽ ചേരുന്നതിനായി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയായിരുന്നു. കാറോടിച്ചായിരുന്നു ഡോണ ഗ്രാമത്തിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ ആ ഗ്രാമത്തിലെ ഡോഹി എന്ന പെൺകുട്ടിയെയും നമ്മൾ കണ്ടുമുട്ടുന്നു. അവൾ മറ്റു കുട്ടികളെ പോലെയല്ല, എപ്പോഴും ഒറ്റയ്ക്കാണ്. അവളുടെ മുഖത്ത് പ്രകടമായൊരു വേദന തന്നെ നിഴലിക്കുന്നു. ആരോടും പറയാത്ത കഷ്ടപ്പാടുകളുടെ ഒരു കഥ അവളുടെ മുഖത്ത് വായിച്ചെടുക്കാം. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡോണ ഡോഹിയെ ശ്രദ്ധിച്ചു. എന്നാൽ ഡോണയെ കണ്ടതും ഡോഹി പെട്ടെന്ന് ഓടിപ്പോയി. അതല്പം വിചിത്രമായി ഡോണയ്ക്ക് തോന്നിയെങ്കിലും അവൾ അതങ്ങ് കാര്യമാക്കിയില്ല. പിന്നീട് ഡോണ അവിടുത്തെ പോലീസ് ചീഫിനെ കണ്ടു. അദ്ദേഹം ആ ഗ്രാമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഡോണയ്ക്ക് വിവരിച്ചു കൊടുത്തു. ഗ്രാമത്തിലെ യുവാക്കളെല്ലാം നഗരങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കുറച്ച് മധ്യവയസ്കരും പ്രായമായവരും മാത്രമേയുള്ളൂ. നാട്ടുകാരായ തൊഴിലാളികൾ അവിടെ നന്നേ കുറവാണ്. കൊറിയക്കാർക്കും ചൈനക്കാർക്കും പുറമെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് കൂടുതലും അവിടെ പണിയെടുക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു വൃദ്ധ സ്കൂട്ടർ രൂപമാറ്റം വരുത്തിയ ഒരു വാഹനത്തിൽ അമിത വേഗത്തിൽ വരുന്നത് ചീഫ് കണ്ടു. റോഡിലൂടെ ഇത്ര വേഗത്തിൽ ആ വാഹനം ഓടിക്കരുതെന്നും അത് അപകടമാണെന്നും അദ്ദേഹം താക്കീത് നൽകി. പക്ഷേ അത് ചെവികൊള്ളുന്നതിന് പകരം ഉപദേശത്തിന് പ്രതിഫലമായി തനിക്ക് മദ്യം തരാനായിരുന്നു ആ വൃദ്ധ ആവശ്യപ്പെട്ടത്. കുറച്ചു കഴിഞ്ഞ് അവർ മുന്നിലേക്ക് യാത്ര തുടർന്നു. ചീഫ് ഡോണയെ യോങ്ഹ എന്ന യുവാവിനെ പരിചയപ്പെടുത്തി. എന്നാൽ ഡോണയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി ബഹുമാനിക്കുന്നതിന് പകരം അവളുടെ രൂപത്തെയും ശരീരത്തെയും കുറിച്ച് അശ്ലീലച്ചുവയോടെ സംസാരിച്ച് ആ യുവാവ് ഡോണയെ അസ്വസ്ഥപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. തുടർന്ന് ചീഫ് ഡോണയെ അവൾക്ക് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവളുടെ സാധനങ്ങൾ ഇറക്കാൻ സഹായിക്കാം എന്ന് പോലീസ് ചീഫ് പറഞ്ഞെങ്കിലും താൻ ഒറ്റയ്ക്ക് ചെയ്തുകൊള്ളാം എന്നായിരുന്നു ഡോണ പറഞ്ഞത്. സിയോളിൽ നിന്ന് വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും അവൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അവളുടെ പക്കൽ അതിന്റെ വലിയ ശേഖരവും ഉണ്ടായിരുന്നു. വേഗത്തിൽ സാധനങ്ങളകത്തേക്ക് മാറ്റുന്നതിനിടയിൽ ലോക്കൽ ബാർ ഓണർ കുടിവെള്ളം പോലും നഗരത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് ഡോണയൊന്ന് പരിഹസിക്കുന്നുമുണ്ട്. അന്ന് രാത്രി ഡോണ ആ കുപ്പികളിൽ ഒന്നിൽ നിന്ന് വെള്ളം കുടിച്ചു. പിന്നീട് അവളൊന്ന് പുറത്തിറങ്ങി നടക്കുമ്പോ ഇരുട്ടുള്ള വഴിയിലൂടെ ഡോഹി ഭയന്ന് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ എന്ന വണ്ണം ഓടുന്നത് ഡോണ ശ്രദ്ധിച്ചു. ഡോണ അവളുടെ പിന്നാലെ ഓടിയെങ്കിലും ഇരുട്ട് നിറഞ്ഞ വഴിയിൽ വെച്ച് പെട്ടെന്ന് അവളെ കാണാതായി. ഒടുവിൽ കടൽ തീരത്തേക്കായിരുന്നു ഡോണ എത്തിച്ചേർന്നത്. തനിച്ചായ ഡോണ കുറച്ചുനേരം അവിടെ ചിലവഴിച്ചു. അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന വഴിയിൽ ചില കുട്ടികൾ ഒരാളെ ചേർന്ന് തല്ലുന്നത് ഡോണ കണ്ടു. അവൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോ ആ കുട്ടികൾ ഓടിപ്പോയി. ആക്രമിക്കപ്പെട്ടത് മറ്റാരുമായിരുന്നില്ല, അത് ഡോഹിയായിരുന്നു. ഡോഹിയെ സഹായിച്ച ഡോണ അവളോട് സംസാരിച്ചു. അടുത്ത തവണ ആരെങ്കിലും ശല്യം ചെയ്താൽ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചാൽ മതി എന്ന് ഡോണ അവൾക്ക് പറഞ്ഞുകൊടുത്തു. പക്ഷേ ഡോഹിയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കാണാനുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഡോണ ഗ്രാമത്തിലെത്തിയതിന്റെ സന്തോഷത്തിൽ ഗ്രാമവാസികൾ ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ഡോണയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു. പക്ഷെ എന്നാൽ അവൾക്ക് അതിലൊന്നും തീരെ താല്പര്യം തോന്നിയില്ല. എന്തൊക്കെയോ അസ്വസ്ഥതകൾ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോ താൻ സിയോളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളക്കുപ്പികളെല്ലാം കാലിയായിരിക്കുന്നത് അവൾ നോക്കിക്കണ്ടു. തുടർന്ന് അവൾ പുറത്തുപോയി അവിടുത്തെ കടയിൽ ചെന്ന് മദ്യം വാങ്ങി. പിന്നാലെ കാറിൽ കയറിയിരുന്ന് അതാ കാലിയായ വെള്ളക്കുപ്പികളിലേക്ക് പകർത്തി. ആ സമയത്താണ് ഡോണയുടെ ജീവിതത്തിലെ ആ രഹസ്യം വെളിപ്പെടുന്നത്. അവൾ യാഥാർത്ഥ്യത്തിൽ ഒരു മദ്യാസക്തിയായി മാറിയിരിക്കുന്നു. അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വെള്ളക്കുപ്പികളിൽ നിറച്ചു വെച്ചാണ് അവൾ അത് കുടിക്കുന്നത്. അതും കുടിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഡോണ കണ്ടത്. ഡോഹയുടെ അച്ഛൻ യോങ്ഹ അവളെ വീടിന് മുന്നിൽ വലിച്ചിഴച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് തടയാൻ ഡോണ ഓടിച്ചെന്നു. അയാൾ ആ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോണ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും നേരത്തെ കണ്ട ആ വൃദ്ധ, കൃത്യമായി പറഞ്ഞാൽ യോങ്ഹായുടെ അമ്മ ഡോഹിയുടെ മുത്തശ്ശി, ഡോണയെ തടയാൻ നോക്കി. എന്നാൽ അതിലൊന്നും വഴങ്ങാതെ ഡോണ യോങ്ഹായെ തടയുകയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
അടുത്ത ദിവസം രാവിലെ പോലീസുകാർ വന്നാണ് യോങ്ഹായെ വിളിച്ചുണർത്തിയത്. മദ്യാസക്തിയിലുണ്ടായിരുന്ന യോങ്ഹായുടെ കെട്ടിറങ്ങിയിരുന്നു. താനെങ്ങനെ ഇവിടെ എത്തി എന്ന് യോങ്ഹ ചോദിച്ചപ്പോ സ്വന്തം മകളെ തല്ലിയതിനാ നിന്നെ കൊണ്ടുവന്നത് എന്ന് പോലീസ് അവനോട് പറഞ്ഞു. നേർമാർഗത്തിൽ നടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ശിക്ഷിക്കാൻ പോലും അനുവാദമില്ലേ എന്ന മട്ടിലായിരുന്നു യോങ്ഹ തിരികെ ചോദിച്ചത്. ഒരു കുട്ടിയെ അയാൾ ചെയ്ത പോലെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കുറ്റകരമാണെന്നും അതിന് ശിക്ഷ ലഭിക്കുമെന്നും ഡോണ കർശനമായി ആ നിമിഷം അയാൾക്ക് താക്കീത് നൽകി. ഇനി മേലാൽ ഡോഹിയെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് അവൾ അയാളെ വിട്ടയച്ചു. യോങ്ഹ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ആ ഗ്രാമം മുഴുവൻ നിയന്ത്രിക്കുന്നത് അയാളാണെന്ന് പോലീസ് ചീഫ് ഡോണയോട് പറഞ്ഞു. അയാൾ ഇതുപോലെ സ്റ്റേഷനിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്നത് ശരിയായ കാര്യമായില്ല എന്ന മട്ടിലും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഡോഹി അയാളുടെ സ്വന്തം മകളല്ലെന്ന സത്യവും അദ്ദേഹം അവളോട് പറഞ്ഞു. ഡോഹിയുടെ അമ്മ അവളെ പണ്ടേ ഉപേക്ഷിച്ചു പോയതാണ്. അന്നു മുതൽ യോങ്ഹയാണ് അവളെ വളർത്തുന്നതും സ്കൂളിൽ അയക്കുന്നതും നോക്കുന്നതുമെല്ലാം. യോങ്ഹ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ ഇതെല്ലാം ചെയ്യുമായിരുന്നോ എന്നായിരുന്നു ചീഫിന്റെ ചോദ്യം. ഡോണയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും അന്നത്തെ ജോലി കഴിഞ്ഞ് ഡോണ വീട്ടിലെത്തിയപ്പോ ഡോഹി സ്കൂളിൽ പോയിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കി. പകരം അവൾ ഡോണയുടെ വീടിന്റെ പുറത്തു നിൽക്കുകയായിരുന്നു. ഡോണ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾക്ക് ഭക്ഷണം നൽകി. ആ സമയത്ത് അവളുടെ അച്ഛൻ എപ്പോഴും ഇതുപോലെ തല്ലാറുണ്ടോ എന്ന് ഡോണ അവളോട് സാവകാശം ചോദിച്ചു. അയാൾ മദ്യപിക്കുമ്പോൾ മാത്രം തല്ലും എന്നായിരുന്നു അവൾ മൃദുവായി മറുപടി നൽകിയത്. ഒരു മുതിർന്ന വ്യക്തിക്കും കുട്ടികളെ ഇത്തരത്തിൽ തല്ലാൻ അവകാശമില്ലെന്നും എന്ത് കാരണമായാലും അത് തെറ്റാണെന്നും ഡോണ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ശാന്തമായി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഡോഹി പെട്ടെന്ന് ചോദിച്ചു, എനിക്കൊന്ന് നിങ്ങളുടെ പോലീസ് തൊപ്പി വെച്ചു നോക്കാൻ പറ്റുമോ? ഡോണ പുഞ്ചിരിയോടെ തന്റെ പോലീസ് തൊപ്പി അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. അവൾക്ക് വലിയ സന്തോഷമായി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഡോഹി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ മുത്തശ്ശി പെട്ടെന്ന് അതുവഴി വന്നത്. അവരെ കണ്ടതും ഡോഹി പരിഭ്രാന്തിയിലായി. വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശി അവളെ പിടികൂടി ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. വലിച്ചിഴച്ച് തന്റെ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒന്നും പറയാനും ചെയ്യാനും പറ്റാതെ അത് കണ്ട് ഡോണ നിസ്സഹായിയായി അവിടെ നിന്നു. അടുത്ത ദിവസം ഡോണ തന്റെ ഒരു പഴയ സീനിയർ ഓഫീസറെ കാണാൻ നേരെ സിയോളിലേക്ക് പോയി. ആ ഉദ്യോഗസ്ഥനുമായി അവൾ സംസാരിച്ചു. നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് അധികാരമൊന്നുമില്ല. നീ ചെയ്ത കാര്യങ്ങളെ ഡിപ്പാർട്ട്മെന്റ് അത്ര നിസ്സാരമായിട്ടല്ല കാണുന്നതും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാകുന്നതുവരെ ഒരു വർഷമെങ്കിലും നിനക്ക് ആ ഗ്രാമത്തിൽ തന്നെ തുടരേണ്ടി വരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഡോണയും തലകുലുക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഡോണയുടെ ഭൂതകാലത്തിൽ ഗൗരവകരമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഗ്രാമത്തിലേക്കുള്ള അവളുടെ സ്ഥലം മാറ്റത്തിനും ഈ ഒറ്റപ്പെടലിനും മദ്യാസക്തിയിലേക്ക് അവളെ നയിക്കാനും കാരണമായത്. പക്ഷേ അതെന്താണെന്നിപ്പോൾ വ്യക്തമല്ല. പിറ്റേന്ന് രാവിലെ അവൾ ഓടാനിറങ്ങി. ആ സമയം ഡോഹി കടൽ തീരത്ത് നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ സന്തോഷത്തോടെ തനിയെ നൃത്തം ചെയ്യുന്നത് ഡോണ കണ്ടു. കുറച്ചുനേരം ഡോണ അത് നോക്കി നിന്നിരുന്നു. അന്ന് രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ നാട്ടുകാരോടൊപ്പം മദ്യവെച്ചിരിക്കുന്ന യോങ്ഹായെ ഡോണ ശ്രദ്ധിച്ചു. ഡോണയെ കണ്ടപ്പോ അയാള് പരിഹാസത്തോടെ പറഞ്ഞു, എന്റെ മകൾ ഇപ്പോൾ എപ്പോഴും ഈ പോലീസ് ഓഫീസറുടെ പുറകെയാണല്ലോ. എന്താവോ അവരുടെ ഉദ്ദേശം? അയാള് വിളിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഡോഹി അയാളുടെ അടുത്ത് നിന്നോടി. നേരെ ചെന്നത് ഡോണയുടെ അടുത്തേക്കായിരുന്നു. കുറച്ചധിക ദൂരം ഡോഹി ഡോണയെ പിന്തുടർന്നു. ഒരു ഘട്ടത്തിൽ സൈക്കിൾ നിർത്തി നേരെ തിരിഞ്ഞ് ഡോണ അവളോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ വരുന്നത്? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഡോഹി മിണ്ടാതെ തലകുലുക്കി. ഡോണ അവളോട് സൈക്കിളിൽ കയറാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അവർ രണ്ടുപേരും കടൽ തീരത്ത് കൂടി യാത്ര ചെയ്തു. നീ എന്തിനാ ഇന്ന് രാവിലെ കടൽ തീരത്ത് തനിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് എന്ന് ഡോണ ചോദിച്ചു. അത് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒറ്റയ്ക്കാ രാവിലെ വന്ന് ചെയ്യാറുള്ളത് എന്നായിരുന്നു പുഞ്ചിരിയോടെ അവളുടെ മറുപടി. യാത്രയ്ക്കൊടുവിൽ അവർ വീട്ടിലെത്തി. ആ സമയം തിരികെ പോകാൻ ഡോണ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭയത്തോടെ ഡോഹി ചോദിച്ചു, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊപ്പം നിന്നോട്ടെ? ഡോണ പക്ഷേ അത് വിസമ്മതിച്ചു. രാത്രി വൈകി തനിച്ചു നടക്കുന്നത് അപകടമാണ് എന്നും ഡോണ ഡോഹിയെ താക്കീത് ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ ഡോഹിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. വീട്ടിലേക്കെത്തിയതും ഡോഹിയെ മുത്തശ്ശി വീണ്ടും തല്ലി. ആ ശബ്ദമെല്ലാം ഡോണ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മിണ്ടാതെ മുറിയിൽ കയറി അവൾ വീണ്ടും മദ്യപിച്ചിരുന്നതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് വാതിലിൽ ഒരു മുട്ട് കേട്ടു. നോക്കിയപ്പോൾ പേടിച്ച് വിറച്ച അവസ്ഥയിൽ ഡോഹിയാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഒരപകടം നടന്നതായി ഡോണയ്ക്ക് ഫോൺ വരുന്നത്.
പുലർച്ചെ അപകട സ്ഥലത്തെത്തിയ ഡോണ കണ്ടത് ഡോഹിയുടെ മുത്തശ്ശി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് കിടക്കുന്നതായിരുന്നു. കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചത്? ഡോണ ഡോഹിയോട് ചോദിച്ചു. അച്ഛൻ തന്നെ വീണ്ടും ക്രൂരമായി ഉപദ്രവിച്ചെന്നും പേടിച്ച് താൻ വീട്ടിൽ നിന്ന് ഓടിയപ്പോ മുത്തശ്ശി വണ്ടിയുമായി പിന്നാലെ വന്നതാണെന്നും പിന്നീട് അപകടത്തിൽ പെട്ടതാണെന്നും ഡോഹി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡോഹിയാകെ തകർന്നു പോയിരുന്നു. ഡോൺ അവളെ ആശ്വസിപ്പിച്ചു. ഇതിനിടയിൽ യോങ്ക അങ്ങോട്ടേക്ക് എത്തി. തന്റെ അമ്മയുടെ മൃതദേഹം കണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ആ ദുഃഖം പെട്ടെന്ന് ദേഷ്യമായി മാറി. ഡോഹി കാരണമാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞയാൾ ഡോഹിയെ തല്ലാൻ ശ്രമിച്ചു. പോലീസ് കൃത്യസമയത്ത് അയാളെ തടഞ്ഞു. ഡോഹി തലേ ദിവസം തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും മുത്തശ്ശിയുടെ മരണത്തിന് ഉത്തരവാദി അവളാണെന്നും യോങ്ക പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം നടന്നു. ഫലം വന്നു. പക്ഷേ അത് സാധാരണ മുങ്ങിമരണമാണെന്ന് തെളിഞ്ഞിരുന്നു. അപകട സമയത്ത് കടലിലേക്ക് വീണ മുത്തശ്ശി മുങ്ങി മരിച്ചതാണ്. ഇതോടെ യോങ്കായും ഡോഹിയും രേഖകളിലൊക്കെ ഒപ്പിട്ട് വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രിയിൽ ഗ്രാമത്തിൽ കനത്ത മഴ പെയ്തിരുന്നു. കൊടുങ്കാറ്റുള്ള ആ രാത്രിയിൽ ഡോഹി കരഞ്ഞുകൊണ്ട് ഡോണയുടെ വീട്ടിലെത്തി. അവളുടെ അച്ഛൻ അവളെ വീണ്ടും ഉപദ്രവിച്ചിരിക്കുന്നു. ഡോൺ അവളെ വീട്ടിലേക്ക് കയറ്റി അവളുടെ തല തുവർത്തി അവളെ സമാധാനിപ്പിച്ചു. പിന്നാലെ ആകെ നനഞ്ഞതുകൊണ്ട് അവളോട് കുളിക്കാൻ പറഞ്ഞു. കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോഹിയുടെ മുതുകിലാകെ മർദ്ദനമേറ്റ പാടുകൾ ഡോണ കണ്ടു. അവൾക്ക് വല്ലാതെ വേദന തോന്നി. അത്രമേൽ ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നത്. അവളെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ അവൾ വീണ്ടും കൂടുതലായി ഉപദ്രവിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയതും കുറച്ചു ദിവസം തന്നോടൊപ്പം താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ എന്ന് ഡോണ പറഞ്ഞു. ഡോഹിക്ക് വലിയ സന്തോഷമായി. ഡോണയുടെ അടുത്ത് താൻ സുരക്ഷിതയായിരിക്കും എന്നവൾക്ക് തോന്നിയിരുന്നു. അന്ന് ഡോഹിയെ ഉറക്കാൻ കിടത്തിയ ശേഷം ഡോണ സോഫയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിനിടയിൽ ഡോഹി അറിയാതെ ഒരു ഗ്ലാസ്സിലെ പാനീയം കുടിച്ചു. വെള്ളമാണെന്ന് കരുതിയായിരുന്നു അവൾ അത് കുടിച്ചത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് മദ്യമായിരുന്നു. ഇത് കണ്ടപ്പോ ഡോണയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പിന്നീട് ഡോണ ഡോഹിയെ ഷോപ്പിങ്ങിനായി കൊണ്ടുപോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വസ്ത്രങ്ങളും ഒരു ഫോണും ഡോണ വാങ്ങി നൽകി. സ്വന്തം നമ്പറും പോലീസ് സ്റ്റേഷനിലെ നമ്പറും അതിൽ സേവ് ചെയ്തിട്ട് ഡോണ അവളോട് പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും നിന്റെ അച്ഛൻ നിന്നെ അടിച്ചാൽ ഉപദ്രവിച്ചാൽ ഉടനെ പോലീസിനെ വിളിക്കണം. ഡോഹിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ഡോണയോടൊപ്പം താമസിച്ചപ്പോ അവൾ കൂടുതൽ സന്തോഷവതിയായി മാറി. അവർ രണ്ടുപേരും ഒന്നിച്ച് നല്ല നിമിഷങ്ങൾ പങ്കിട്ടു. പഴയതുപോലെ വിഷാദത്തിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നില്ല ഡോണയും. അപ്പോൾ ഡോണയുടെ ജീവിതത്തിലും സന്തോഷം വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ ദിവസം മദ്യപിച്ച് യോങ്ക ഡോണയുടെ വീട്ടിലേക്ക് എത്തിയത്. തന്റെ മകളെ തിരികെ കൊണ്ടുപോവാനാണ് താൻ വന്നത് എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അയാളുടെ കൂടെ ഡോഹിയെ വിടാൻ ഡോണ ഒരുക്കമായിരുന്നില്ല. കുട്ടികളെ പീഡിപ്പിക്കുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല, ഉപദ്രവിക്കുന്നത് കുറ്റമാണെന്ന് താൻ പലതവണ താക്കീത് നൽകിയതാണ് എന്ന് ഡോണ അയാളോട് പറഞ്ഞു. ആ സമയം ഡോഹി അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്നും അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നുമായിരുന്നു യോങ്ക പറഞ്ഞത്. അവൾക്ക് ദേഷ്യം വന്ന അവൾ സ്വയം ഉപദ്രവിക്കും എന്നും അയാൾ കൂട്ടിച്ചേർത്തിരുന്നു. കൂട്ടത്തിൽ തന്റെ അമ്മ മരിച്ച സങ്കടത്തിലാണ് താൻ മദ്യപിച്ചതെന്നും അല്ലാതെ അവളെ ഉപദ്രവിക്കാനല്ലെന്നും പറഞ്ഞ് അയാൾ സ്വയം ന്യായീകരിച്ചു. പക്ഷെ അപ്പോഴും ഡോണയ്ക്ക് അയാളുടെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ മനസ്സിലായിരുന്നു. എന്തായാലും ഡോഹി കുറച്ചു ദിവസം കൂടി തന്റെ കൂടെ നിൽക്കട്ടെ എന്ന് ഡോണ യോങ്ഹായോട് പറഞ്ഞു. യോങ്ഹ അത് സമ്മതിക്കുകയും ചെയ്തു. പോകുന്നതിനു മുമ്പ് ഡോണ പറയുന്നത് കേട്ട് മര്യാദക്ക് പെരുമാറി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അയാൾ പോയത്. അയാളുടെ ആ പെരുമാറ്റത്തിൽ ഡോണയ്ക്ക് തെല്ല അതിശയം തോന്നാതിരുന്നുമില്ല. അടുത്ത ദിവസം ഒരു സ്ത്രീ ഡോണയെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി. അവരെ കണ്ടതും ഡോണയുടെ മുഖം ആകെ മാറി. അവളന്ന് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ആ സ്ത്രീയോടൊപ്പം പോയി. ഡോണയുടെ വീട്ടിലെത്തിയ ആ സ്ത്രീ അവിടെ ഡോഹിയെ കണ്ടപ്പോ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. പിന്നാലെ അവരവിടത്തെ വലിപ്പുകൾ തുറന്നു നോക്കി. അതിൽ നിറയെ വെള്ളക്കുപ്പികൾ കണ്ടു, മദ്യക്കുപ്പികളും കണ്ടു. അത് ആ സ്ത്രീയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഡോണയ്ക്ക് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. താൻ പുറത്തു പോവുകയാണെന്നും വരാൻ വൈകുമെന്നും അന്ന് ഡോണ ഡോഹിയോട് പറഞ്ഞു. ഡോഹിക്ക് അതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഡോണയും ആ സ്ത്രീയും കൂടിയായിരുന്നു പുറത്തു പോയത്. അവർ നേരെ കടൽ തീരത്ത് പോയിരുന്നു. പിന്നീട് അവരൊരു റെസ്റ്റോറന്റിലേക്ക് പോയി. ഡോഹി വീണ്ടും ഡോണയെ ഫോൺ വിളിച്ചു. ഭക്ഷണം കഴിച്ച് അവളോട് ഉറങ്ങിക്കോളാൻ അവൾ പറഞ്ഞു. ആ റെസ്റ്റോറന്റിലിരുന്ന് അവർ സംസാരിക്കുകയും ഡോണ മദ്യപിക്കുകയും ചെയ്തു. ആ സമയം ആ സ്ത്രീ അവളോട് ചോദിച്ചു, നമുക്ക് വീണ്ടും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിക്കൂടെ? അവരുടെ സംസാരത്തിൽ നിന്നാണ് ആ ഒരു കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ ആ സ്ത്രീ ഡോണയുടെ കാമുകിയായിരുന്നു. ഡോണ ഒരു സ്വർഗാനുരാഗിയാണ് എന്ന കാര്യം വെളിപ്പെടുന്നു. അവളുടെ ഈ റിലേഷൻഷിപ്പ് സിയോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ പോലീസ്
ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനായിരുന്നു ഡോണ ആ ഗ്രാമത്തിലേക്ക് മാറ്റപ്പെട്ടത്. ഡോണയും കാമുകിയും സംസാരിച്ചിരുന്നു. താൻ ഓസ്ട്രേലിയയിലേക്ക് മാറാൻ പോവുകയാണ്, നീയും കൂടെ വരണം എന്നാ സ്ത്രീ പറഞ്ഞത് അവർക്കിടയിൽ ഒരു തർക്കത്തിന് കാരണമായി. ഡോണയ്ക്കൊരിക്കലും തന്റെ ജോലി ഉപേക്ഷിച്ച് അങ്ങനെ പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വഴക്കിനൊടുവിൽ ആ സ്ത്രീ സങ്കടത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഡോണ അവളുടെ പിന്നാലെ ചെന്നു, അവളെ തടഞ്ഞു, കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ സമയം ആ സ്ത്രീ ഡോണയെ ചേർത്തു പിടിച്ചു. അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിച്ചു. നിർഭാഗ്യവശാൽ അവരുടെ ആ ചുംബനം, സ്നേഹപ്രകടനം കുറച്ചകലെ നിന്ന് യോങ്ക നോക്കിക്കണ്ടിരുന്നു. അയാൾ പക്ഷേ അത് കണ്ടെങ്കിലും അന്നൊന്നും പറഞ്ഞില്ല. ശാന്തനായി ആ റെസ്റ്റോറന്റിലേക്ക് നടന്നു വന്നു. യോങ്ക അത് കണ്ടത് എത്രമാത്രം അപകടകരമാണ് എന്ന് ഡോണയ്ക്കുടൻ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവൾ വേഗത്തിൽ തന്റെ ജൂനിയർ ഓഫീസറെ വിളിച്ച് തന്റെ കാമുകിയെ ഹോട്ടലിൽ കൊണ്ടുവിടാൻ നിർദ്ദേശിച്ചു. പിന്നാലെ ഡോണ തിരികെ വീട്ടിലെത്തി. കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഡോഹി ഡോണയുടെ പോലീസ് യൂണിഫോം ധരിച്ച് അവിടുത്തെ മദ്യമെടുത്ത് അതും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോണയെ കണ്ടതും അവൾ സ്വന്തം തല ഭിത്തിയിലിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടില്ല, അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലണം, ശിക്ഷ കിട്ടാൻ ഞാൻ അർഹയാണ്. അത് കേട്ട് ഡോണ സ്തബ്ധയായി നിന്നുപോയി. തന്നെ ഉപദ്രവിക്കുന്നത് മാത്രമാണ് തെറ്റുകൾ തിരുത്താനുള്ള ഏക മാർഗമെന്ന് ഒരു കുട്ടി ചിന്തിക്കണമെങ്കിൽ അവൾ എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് ഡോണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഡോണ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒരു തരത്തിൽ അവളെ സമാധാനിപ്പിച്ചു. പിറ്റേന്ന് ഒരു വിദേശ തൊഴിലാളി പോലീസുമായി തർക്കിക്കുന്നുണ്ടായിരുന്നു. അവന്റെ തൊഴിലുടമയായ യോങ്ക അവനെ നാട്ടിലേക്ക് പോവാൻ അനുവദിക്കുന്നില്ല. രേഖകളില്ലാത്ത തൊഴിലാളികളെ യോങ്ക ചൂഷണം ചെയ്യുകയാണെന്നും കുറഞ്ഞ ശമ്പളം നൽകി അവരെ തടഞ്ഞു വെക്കുകയാണെന്നും അയാളുടെ സംസാരത്തിൽ നിന്ന് ഡോണയ്ക്ക് മനസ്സിലായി. ഡോണ യോങ്കയെ അന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആ ഇമിഗ്രന്റ് വർക്കർക്ക് പണം നൽകി തിരിച്ചയക്കാൻ അവൾ അയാളോട് ഉത്തരവിട്ടു. ഒരാളെ വിട്ടാൽ ബാക്കിയുള്ളവരും പോകുമെന്ന് പറഞ്ഞ് യോങ്ക എതിർത്തു. അവരൊക്കെ പോയാൽ പണിയെടുക്കാൻ വേറെ ആരാണുണ്ടാവുക എന്നായിരുന്നു യോങ്ക ചോദിച്ചത്. പക്ഷെ ഡോണ വിട്ടുകൊടുത്തില്ല. യോങ്ക ഡോണയെ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം താൻ കണ്ട കാര്യത്തെപ്പറ്റി താൻ പുറത്തു പറയും എന്നായിരുന്നു യോങ്കയുടെ ഭീഷണി. പക്ഷേ പോലീസ് അയാളെ പിടിച്ച് പുറത്താക്കി. അന്ന് രാത്രി ഡോണ വീണ്ടും മദ്യപിച്ചു. ഡോഹിയെ തന്റെ കൂടെ നിർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്നവൾക്ക് മനസ്സിലായി. കൂടാതെ ഡോഹിയുടെ സ്കൂൾ അടുത്ത ദിവസം തൊട്ട് ആരംഭിക്കുകയാണ്. അടുത്ത ദിവസം അവൾ ഡോഹിയെ വീണ്ടും ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. പിന്നീട് ഒരു സലൂണിൽ കൊണ്ടുപോയി അവൾക്കിഷ്ടമുള്ള പോലെ ഹെയർ കട്ട് ചെയ്യിപ്പിച്ചു. തന്റെ മകളെ പോലെയായിരുന്നു ഡോണ ഡോഹിയെ കണ്ടിരുന്നത്. അന്നതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി മുതൽ ഡോഹി അവളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങണം എന്ന് ഡോണ അവളോട് പറഞ്ഞു. ഡോഹിയാകട്ടെ ആകെ വിഷമത്തിലായി. ഡോണയുടെ കൈകളിൽ മുറുകെ പിടിച്ച് ഡോണ പറയുന്നതെല്ലാം താൻ അനുസരിക്കാമെന്നും തന്നെ കൂടെ നിർത്തണമെന്നും കെഞ്ചി അപേക്ഷിച്ചു. പക്ഷേ ഡോണയ്ക്ക് അതിനപ്പോൾ സാധിക്കുമായിരുന്നില്ല. അതിനോടൊന്നും പ്രതികരിക്കാതിരുന്ന ഡോണ അവളെ അവളുടെ വീടിന്റെ മുൻവാതിൽക്കൽ ഇറക്കിവിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോയി. പിന്നീട് നേരത്തെ യോങ്കയുമായി പ്രശ്നമുണ്ടാക്കിയ ആ ഇമിഗ്രന്റ് വർക്കർ കാണാതായിരുന്നു. അയാളെപ്പറ്റി അന്വേഷിക്കാൻ ഡോണ ജോലി സ്ഥലത്ത് ചെന്നു. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റു തൊഴിലാളികളോട് ചോദിച്ചപ്പോ ആരുമൊന്നും വിട്ടുപറയാൻ തയ്യാറുമല്ല. ഈ ദുരൂഹത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അന്ന് രാത്രി യോങ്ക വീട്ടിലെത്തിയപ്പോ തന്റെ മകൾ മടങ്ങി വന്നതായി നോക്കിക്കണ്ടു. അയാൾ ഡോണയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഡോഹിയോട് അന്വേഷിക്കാൻ ആരംഭിച്ചു. പിന്നാലെ ഡോഹിയോട് അതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. ആ സ്ത്രീയുമായുള്ള ഡോണയുടെ ബന്ധത്തെ അയാൾ ചോദ്യം ചെയ്തു. തുടർന്ന് അയാൾ ഡോഹിയോട് ചോദിച്ചു, നീ ഇത്രയും കാലം ആ ഓഫീസറുടെ കൂടെ കഴിഞ്ഞതല്ലേ, നിങ്ങൾ തമ്മില് ഒന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ? അത് കേട്ടതും ഡോഹിയുടെ ഉള്ളിലെ ദേഷ്യം പെട്ടെന്ന് ആളിപ്പടർന്നു. അവൾ തന്റെ അച്ഛനെ തള്ളിമാറ്റി നേരെ ഡോണയുടെ വീട്ടിലേക്ക് ഓടി. അങ്ങോട്ടേക്ക് തള്ളിക്കയറി അവൾ ഡോണയോട് ചോദിച്ചു, അപ്പോ അതുകൊണ്ടാണല്ലേ നിങ്ങൾ എന്നെ തിരിച്ചയച്ചത്? അന്ന് വന്ന ആ സ്ത്രീയുടെ കൂടെ കഴിയാൻ വേണ്ടിയാണോ എന്നെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്? ഡോണ അത് കേട്ടതും ആകെ സ്തംഭിച്ചു പോയി. ഡോഹി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. ആ സമയം ഡോഹിയെ പിന്തുടർന്ന് യോങ്ക അവിടെ എത്തി. ഡോണയെ കുറ്റപ്പെടുത്തി അയാൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞു. ഡോണ തന്റെ ആവശ്യങ്ങൾക്കായി ഡോഹി അവിടെ നിർത്തിയതാണെന്നും ഒരു മാസം കൂടെ നിർത്തി എല്ലാം മടുത്തപ്പോ അവളെ ഇപ്പോ പുറത്താക്കിയെന്നും അയാൾ ആക്രോശിച്ചു പറഞ്ഞു. ഡോണയ്ക്ക് ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായിരുന്നു. ഡോഹി പറയുന്നത് അയാൾ പറഞ്ഞ് കേട്ടു മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുമാണ്. ഡോണ ഒട്ടും മടിച്ചില്ല. ഡോഹിയെയും യോങ്കയെയും തന്റെ വീട്ടിൽ നിന്നുടൻ തന്നെ ഇറക്കി വിട്ടു.
അടുത്ത ദിവസം വീണ്ടും ഒരു സംഭവമുണ്ടായി. യോങ്ഹ പ്രശ്നമുന്നയിച്ച അതേ ഇമിഗ്രന്റ് വർക്കറെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് എന്ന വിവരമറിഞ്ഞ് ഡോണയും സഹപ്രവർത്തകനും അങ്ങോട്ടേക്കെത്തി. ക്രൂരമായി ആ വ്യക്തിയെ മർദ്ദിച്ചുകൊണ്ടിരുന്ന യോങ്ഹയോട് അയാളെ വിട്ടയക്കാൻ ഡോണ ആവശ്യപ്പെട്ടു. യോങ്ഹയാകട്ടെ അത് വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് ഇമിഗ്രേഷൻ ഓഫീസർമാർ എത്തി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം എത്തിയതായിരുന്നു അവർ. ആ വിദേശ തൊഴിലാളിയെയും യോങ്ഹയെയും അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഡോഹിയുടെ അച്ഛൻ തടങ്കലിലായി. അന്ന് രാത്രി ഡോണ ഡോഹിയുടെ അടുത്തു ചെന്നു. അവൾ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ച ശേഷം ഡോണ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൾക്ക് ആഹാരം കൊടുത്തു. പിറ്റേന്ന് ഡോണയുടെ സ്റ്റേഷനിലെ പോലീസുകാർ അവിടെ എത്തി. അവളോട് തങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. യോങ്ഹ ഒരു പരാതി നൽകിയിട്ടുണ്ടെന്ന് കാര്യം അന്വേഷിച്ചപ്പോ ഒരു ഓഫീസർ അവളോട് വിശദീകരിച്ചു. ഡോണ ഡോഹിയെ തന്റെ വീട്ടിൽ താമസിപ്പിച്ചത് അവളെ പീഡിപ്പിക്കാനാണെന്നായിരുന്നു യോങ്ഹയുടെ ആരോപണം. ഡോണയെയും ഡോഹിയെയും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വൈകാതെ ചോദ്യോത്തരങ്ങളും ആരംഭിച്ചു. രണ്ടിടത്തായി ഇരുത്തിയിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. അവർ ഡോണയോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, അവൾ ഡോഹിയെ സ്പർശിച്ചിട്ടുണ്ടോ എന്ന്. അതെ, ഞാൻ ഡോഹിയെ സ്പർശിച്ചിട്ടുണ്ട്, പക്ഷേ അതവളെ പരിചരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. സത്യസന്ധമായി ഡോണ മറുപടി പറഞ്ഞു. ഡോണ ഡോഹിയുടെ വസ്ത്രങ്ങൾ മാറ്റി അവളെ സ്പർശിച്ചിട്ടുണ്ടോ എന്ന് ഓഫീസർ വീണ്ടും ഡോണയോട് ചോദിച്ചു. ഉണ്ടെന്നായിരുന്നു ഡോണയുടെ മറുപടി. അവളുടെ മുറിവുകൾ വെച്ചുകെട്ടാനും കുളിപ്പിക്കാനും വേണ്ടി താൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നും അവളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെന്നും ഡോണ പറഞ്ഞു. ഒരു വിക്ടിമിനെ പരിചരിക്കുന്നത് കുറ്റമാണോ എന്ന് അവൾ ചോദിച്ചു. സാധാരണ നിലയിൽ അത് കുറ്റമല്ല, പക്ഷെ നിങ്ങളുടെ വ്യക്തിജീവിതം അത് കാരണമാണ് ഇത് മറ്റൊരു രീതിയിലാവുന്നത് എന്നായിരുന്നു ഓഫീസറിന്റെ മറുപടി. മറുവശത്ത് ഡോഹിയെയും വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഡോണ അവളെ സ്പർശിച്ചതും വസ്ത്രം മാറ്റിയതുമെല്ലാം ആ പെൺകുട്ടി വളരെ ലളിതമായും വ്യക്തമായും വിവരിച്ചു പറഞ്ഞു. ഒരു പാവയുപയോഗിച്ച് ഡോണ എവിടെയൊക്കെയാണ് സ്പർശിച്ചത് എന്ന് പോലും അവൾ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം പറയുമ്പോൾ ഡോണയുടെ സ്നേഹവും കരുതലുമായിരുന്നു ആ കുട്ടി മനസ്സിൽ ചിന്തിച്ചതും അവരോട് പങ്കുവച്ചതും. ആ പ്രവൃത്തികൾക്ക് പിന്നിലെ ഡോണയുടെ ദയയായിരുന്നു അവൾ പറയാൻ ശ്രമിച്ചതും. പക്ഷേ അവളുടെ ആ മൊഴി ഡോണയെ വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നവളപ്പോൾ മനസ്സിലാക്കിയിരുന്നേയില്ല. അധികം വൈകിയില്ല. ഡോഹി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗികാതിക്രമ കുറ്റം ചുമത്തി ഡോണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നാലെ സിയോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവളെ സഹായിക്കാനെത്തി. പക്ഷെ അവർ ഡോണയെ കഠിനമായി ചോദ്യം ചെയ്യുകയായിരുന്നു ചെയ്തത്. ഒരു വർഷം മിണ്ടാതിരിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് നീ ഇപ്പോ ഒരു കൊച്ചു പെൺകുട്ടിയുമായി പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ അവളുടെ അടുക്കൽ ദേഷ്യപ്പെട്ടത്. ഡോഹിയാകട്ടെ അതോടെ സങ്കടത്തിലായി. താനെല്ലാം സത്യസന്ധമായി പറഞ്ഞാൽ ഡോണയുടെ കൂടെ ജീവിക്കാൻ തനിക്ക് അനുവാദം കിട്ടും എന്ന് കരുതിയായിരുന്നു ആ കുട്ടി അതൊക്കെ പറഞ്ഞത്. പക്ഷെ അവളുടെ ആ മൊഴിയാണ് ഡോണയെ ഇപ്പോൾ വലിയ കുഴപ്പത്തിലാക്കിയിരിക്കുന്നതും. പിന്നീട് ഡോണയുടെ ജൂനിയർ ഓഫീസർ ഡോഹിയെ വീട്ടിലേക്കാക്കാൻ കൊണ്ടുപോയി. കാറിലിരിക്കുമ്പോ എന്താ പ്രശ്നം, ഡോണയ്ക്കിനി എന്താ സംഭവിക്കുക എന്ന് ഡോഹി ചോദിച്ചു. ഡോണ ജയിലിൽ പോകും എന്നായിരുന്നു ആ ഓഫീസറുടെ മറുപടി. എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവള് നിന്നെ സ്പർശിച്ചതുകൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അത് കേട്ടതും ഡോഹിയാകെ തകർന്നുപോയി. തന്നെ പരിചരിച്ചതിന് ഡോണയെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് അവൾക്കാദ്യം മനസ്സിലായിരുന്നില്ല. തുടർന്ന് അവൾ തന്റെ അച്ഛന്റെ കാര്യം ചോദിച്ചു. അയാളുടൻ തന്നെ ജയിൽ മോചിതനാവും എന്ന് ഓഫീസർ പറഞ്ഞു. ഓഫീസർ അവളെ അവളുടെ വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാൻ തന്റെ നമ്പർ സേവ് ചെയ്ത് നൽകിയിട്ടായിരുന്നു അദ്ദേഹം പോയത്. ഡോഹി ആകവല്ലാത്തൊരവസ്ഥയിലായി. അന്ന് രാത്രി യോങ്ഹ വീട്ടിലെത്തി മദ്യപിക്കാൻ ആരംഭിച്ചു. ഡോഹി അയാൾക്കാദ്യം മദ്യം പകർന്നു നൽകുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അയാൾക്ക് അവളോട് ദേഷ്യമായിരുന്നു. അയാൾ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞപ്പോ അയാൾ അവളെ തല്ലാൻ തുടങ്ങി, ക്രൂരമായി ഉപദ്രവിച്ചു. പിന്നീട് യോങ്ഹ പോയി അകത്ത് ഉറങ്ങാൻ വേണ്ടി കിടന്നു. എല്ലാം കൊണ്ടും മടുത്തിരുന്ന ഡോഹി ചിലത് തീരുമാനിച്ചിരുന്നു. ആ നിമിഷം ഡോഹി തന്റെ പദ്ധതി നടപ്പിലാക്കി. അവൾ തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി നഗ്നയായി തന്റെ വളർത്തച്ഛന്റെ അരികിൽ കിടന്നു. എന്നിട്ട് ജൂനിയർ പോലീസ് ഓഫീസറുടെ നമ്പറിലേക്ക് വിളിച്ച് ഫോൺ അരികിൽ വെച്ചു. തുടർന്ന് അച്ഛനെ ഉണർത്തി. പോലീസ് കേൾക്കാൻ പാകത്തിന് ഉറക്ക നിലവിളിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പോലീസ് അവിടെ എത്തി. പോലീസ് എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ മോശമായിരുന്നു. നഗ്നയായ ഡോഹി ഉണർന്നിരിക്കുന്ന അവളുടെ അച്ഛൻ യോങ്ഹ. അതോടെ പോലീസ് യോങ്ഹയെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊഴി നൽകിയപ്പോ തന്റെ അച്ഛൻ തന്നെ ഉപദ്രവിച്ചു എന്ന് ഡോഹി പറഞ്ഞു. നേരത്തെ ഡോണയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ പഠിപ്പിച്ചു തന്നതാണെന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് പറഞ്ഞത് എന്ന മട്ടിലും അവൾ മൊഴി കൊടുത്തു. ഇതോടെ സ്വന്തം മകളെ പീഡിപ്പിച്ച കുറ്റത്തിന് യോങ്ഹ ജയിലിലായി. ഡോണയാകട്ടെ കുറ്റവിമുക്തയാക്കപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ അവൾക്ക് സ്ഥലം മാറ്റവും ലഭിച്ചിരുന്നു.
ഡോണയെല്ലാം അറിഞ്ഞു. ജയിൽ മോചിതയായി ഇറങ്ങിയപ്പോ ഡോണ ഡോഹിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് അന്വേഷിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവളുടെ അമ്മയെ കണ്ടെത്തിയില്ലെങ്കിൽ അവളെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അവിടെ നിന്ന് പോകുമ്പോ ഗ്രാമം വിടുന്നതിനു മുമ്പ് അന്ന് രാത്രി എങ്ങനെയാണ് യോങ്ഹായെ കൈയോടെ പിടികൂടാൻ കഴിഞ്ഞത് എന്ന് ഡോണ തന്റെ ജൂനിയർ ഓഫീസറോട് ചോദിച്ചു. ഡോഹി തന്നെ ആ സമയത്ത് അടിയന്തരമായി വിളിച്ചുവെന്നും ഫോണിലൂടെ അവളുടെ നിലവിളിയും അച്ഛനടിക്കുന്ന ശബ്ദവും കേട്ട താൻ മറ്റുള്ളവരെയും കൂട്ടി അവിടെ എത്തിയതെന്നും ആ ഓഫീസർ പറഞ്ഞു. തുടർന്ന് ഡോണ ഡോഹിയുടെ വീട്ടിലേക്ക് ചെന്നു. ഡോണയെ കണ്ടതും ഡോഹി ഒരുപാട് സന്തോഷത്തിലായി. നീ നിന്റെ അച്ഛനോട് ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഡോണ ചോദിച്ചു. ഡോഹിയൊന്നും പറഞ്ഞില്ല. നീ നിന്റെ മുത്തശ്ശിയെയും ഉപദ്രവിച്ചിരുന്നോ എന്ന് ഡോണ വീണ്ടും ചോദിച്ചപ്പോ അവൾ ഒന്നും മിണ്ടാതെ ഡോണയെ നോക്കിക്കരഞ്ഞു. ഡോണയ്ക്ക് ആ കരച്ചിലിൽ സത്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഡോണ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ ഒന്നിനെയും പേടിക്കണ്ട. നിന്റെ അച്ഛൻ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറം ലോകം കാണില്ല. പിന്നാലെ ഡോണ അവിടെ നിന്നിറങ്ങി. മടക്കയാത്രയിൽ ആ പോലീസ് ഓഫീസർ ഡോണയോട് പറഞ്ഞു, ഡോഹിയെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നു. ചെറുപ്പത്തിലെ അവളെ അമ്മ ഉപേക്ഷിച്ചു പോയി. അച്ഛനാണെങ്കിൽ അവളെ പീഡിപ്പിച്ചു. അതുകൊണ്ടായിരിക്കും അവൾ മറ്റുള്ളവരെ പോലൊന്നുമല്ല പെരുമാറുന്നത്. അവൾ മറ്റു കുട്ടികളുമായി ഒത്തുപോകുന്നില്ല. ചിലപ്പോ എനിക്ക് തോന്നും ഭാവിയിൽ അവൾ ഒരു രാക്ഷസിയായി മാറുമോ എന്ന്. അത് കേട്ടതും ഡോണ ഒന്ന് ഞെട്ടി. അവൾ ഉടൻ തന്നെ വണ്ടി തിരിക്കാൻ ആവശ്യപ്പെട്ടു. നേരെ ഡോഹിയുടെ വീട്ടിലെത്തിയെങ്കിലും അവളെ അവിടെ കണ്ടില്ല. ഡോണ ഉടൻ കടൽ തീരത്തേക്ക് ഓടിച്ചെന്നു. ഡോഹി അവിടെ തനിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഡോണ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? അത് കേട്ടതും ഡോഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡോണയെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. ആ ചോദ്യം അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം ഡോണ ഡോഹിയെയും കൂട്ടി ആ ഗ്രാമം വിട്ട് സിയോളിലേക്ക് തിരിച്ചു. ഡോഹിയുടെ പ്രവൃത്തികൾ എന്തിനായിരുന്നുവെന്ന് മറ്റാരെക്കാലം ഡോണയ്ക്ക് മനസ്സിലായിരുന്നു. കുട്ടിക്കാലം മുതൽ അവൾ അനുഭവിച്ച പീഡനങ്ങളാണ് മുത്തശ്ശിയെയും അച്ഛനെയും ആ അവസ്ഥയിൽ എത്തിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചത്. ആ ദുരിത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ഒരു സാധാരണ കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേക കരുതൽ ആവശ്യമാണ്. ഡോൺ അവളെ അവിടെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ തെറ്റായ വഴിയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഡോഹിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോണ ഏറ്റെടുത്തിരിക്കുന്നു. തന്റെ മകളെപ്പോലെ അവൾ ഡോഹിയെ വളർത്തും. ഡോഹിയെ മികച്ച ഒരു യുവതിയാക്കി മാറ്റും. ആ സൂചനകളോടെ സന്തോഷകരമായ ആ നിമിഷത്തിൽ കഥ അവസാനിക്കുന്നു. രസകരമായ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കേറെ വിലയേറിയതാണ്. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.